പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വാർത്ത, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഐരാനി ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഐരാനി തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ പുതുതായി സജ്ജീകരിച്ച 1 മുതൽ 4 വരെയുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം 2025 ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാവിലെ 8:30 ആദരണീയനായ സയ്യിദ് ഹുസൈൻ സഖാഫ് തങ്ങൾ നിർവഹിക്കുകയുണ്ടായി. സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അബ്ദുൽ ജലീൽ ഫൈസി പൊന്മുണ്ടം, ഫായിസ് വാഫി വെട്ടിച്ചിറ, കൂടാതെ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ, സദർ ഉസ്താദ് അടങ്ങുന്ന മദ്രസ മുഹല്ലിമീങ്ങൾ, അതുപോലെ തന്നെ ഈ മദ്രസയിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, നാട്ടിലെ പൗരപ്രമുഖരും നാട്ടുകാരും എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ഈ ഉദ്ഘാടന കർമ്മം ഒരു സംഭവമായി മാറി. പ്രിയമുള്ളവരെ, സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നതിൻ്റെ ഭാഗമായി ഈ മദ്രസയിൽ നിന്നും മുൻകാലങ്ങളിൽ ആത്മീയ വിദ്യാഭ്യാസം നേടിയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കീഴിലാണ് അഭിനന്ദനാർഹമായ ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ആത്മീയ അറിവിൻ്റെ സ്ഫടികമുത്തുകൾ സമാഹരിക്കുന്നതിന് തുടക്കം കുറിക്കുന്നത് മദ്രസകളിൽ നിന്നാണല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ ദീനി സ്ഥാപനത്തിൽ നിന്നും മുൻകാലങ്ങളിൽ ആത്മീയ അറിവുകൾ സമാഹരിച്ചവർ അവർ നേടിയെടുത്ത ആത്മീയ അറിവുകൾ സ്വജീവിതത്തിൽ പകർത്താനും പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരാനും കഴിവുള്ളവരാണെന്ന് തെളിയിക്കപ്പെടുകയാണിവിടെ. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ കണ്ടത് ഇവിടെ ഒരുക്കിയ സ്മാർട്ട് റൂമുകളുടെ ഉൾവശവും ഈ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളൊക്കെയാണ്. എന്തായാലും ആ മഹത്തായ കർമ്മത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം അല്പസമയത്തിനുള്ളിൽ നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. അതിനായി ഒത്തുചേർന്നിട്ടുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാട്ടുകാരും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെയായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുഖത്ത് അതിൻ്റെതായ സംതൃപ്തിയും സന്തോഷവും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, ആ മഹത്തായ സംരംഭത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഹുസൈൻ സഖാഫ് തങ്ങളും അബ്ദുൽ ജലീൽ ഫൈസി പൊന്മുണ്ടവും ഒത്തുചേർന്ന് നിർവഹിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇനി. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം ഇവിടെ ഒരുക്കിയ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ബഹുമാന്യനായ സയ്യിദ് ഹുസൈൻ സഖാഫ് തങ്ങളുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകളിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും മദ്രസ ഭാരവാഹികളും നാട്ടുകാരും കൂടെ ഒത്തുചേർന്ന് വിജോമന മക്കളുടെ ആത്മീയ അറിവ് നേടാനുള്ള മദ്രസക്കുള്ളിൽ വരുത്തിയ മാറ്റങ്ങളുടെ കാഴ്ചകൾ. എന്തായാലും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ലാസ് റൂമിലേക്ക് കടന്നു വരേണ്ട കുരുന്നു മക്കളാണ്. വിജോമന മക്കളെ വരിവരിയായിട്ട് ഈ റൂമിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അവരുടെ റൂമിലേക്ക് അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന കാഴ്ചകളും അവരുടെ ആ മുഖം നമ്മോട് പറയുന്നു, അവർ ഇങ്ങനെ അവർക്കായിട്ട് ഒരുക്കിയ ഈ സൗകര്യത്തിൽ എന്തുമാത്രം സന്തോഷവാന്മാരാണ്, സംതൃപ്തരാണ് എന്നൊക്കെ. അടുത്തതായി ഓരോ ക്ലാസ് റൂമിലും ഒരുക്കിയിട്ടുള്ള സ്മാർട്ട് ടിവിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് കാണുന്ന കാഴ്ചകളിലാണ് ഹുസൈൻ സഖാഫ് തങ്ങൾ.
പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ കണ്ടത് ഹുസൈൻ സഖാഫ് തങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് റൂമുകളുടെ ആധുനിക സംവിധാനങ്ങൾ വിലയിരുത്തുന്ന കാഴ്ചകളാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മദ്രസ ഹാളിനുള്ളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി വിപുലമായ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി നിറഞ്ഞിരിക്കുന്ന വേദിയും സദസ്സുമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നാമന മക്കളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവർ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തുമാത്രം ഇത് ഉപകാരപ്പെടുന്നു, അവരുടെ മനസ്സിനെ എന്തുമാത്രം ഇത് സ്വാധീനിച്ചു എന്നൊക്കെ അവരുടെ മുഖഭാവം നമ്മോട് പറയുന്നു. അടുത്തതായി പ്രാർത്ഥനയും ഒരൽപ്പം ആത്മീയ ഉത്ബോധനമൊക്കെയാണ്. അതിൻ്റെ കാഴ്ചകൾ മുഴുവനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണമാണ് ഇനി നടക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ശേഷം ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നത് പൂക്കോയ തങ്ങളായിരുന്നു. അവരാണ് ഈ മദ്രസയുടെ സെക്രട്ടറി. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് തെയ്യമ്പാട്ടിൽ റസാഖ് സാഹിബായിരുന്നു. അദ്ദേഹം ഈ മദ്രസയുടെ പ്രസിഡന്റ് കൂടെയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും മധുരപലഹാരങ്ങളും ചായയുമൊക്കെ റെഡിയാക്കിയിരുന്നു ഇതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾ. ഇപ്പോൾ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഹുസൈൻ സഖാഫ് തങ്ങളാണ്. അവർ ഈ മദ്രസയുടെ മുഖ്യ രക്ഷാധികാരി കൂടെയാണ്. ഇപ്പോൾ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ജലീൽ ഫൈസി പൊന്മുണ്ടം. അവരാണ് ഐരാനി ജുമാ മസ്ജിദിലെ ഖത്തീബ്. അതിനിടയിൽ ചായയും പലഹാരങ്ങളും വിതരണം ചെയ്യുകയാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഈ മദ്രസയിലെ സദർ ഉസ്താദാണ്.
പൂർവ്വ വിദ്യാർത്ഥികൾ ചായം പലഹാരം തയ്യാറാക്കാൻ ഒരു വിഭാഗം നിൽക്കുമ്പോൾ മറുവിഭാഗം തയ്യാറാക്കിയ വിഭവങ്ങൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിതരണം ചെയ്യുന്ന തിരക്കിലാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് അൻവർ. അദ്ദേഹമാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ആർട്ടിസ്റ്റ് വർക്ക് നടത്തിയത്. ഇദ്ദേഹം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. അദ്ദേഹത്തിന് മദ്രസ കമ്മിറ്റി നൽകുന്ന മൊമൻറ്റോ കൈമാറുകയാണ് ഹുസൈൻ സഖാഫ് തങ്ങൾ. തൊട്ടുമുമ്പേ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ദുബായ് പ്രവാസി കൂട്ടായ്മയുടെ പ്രതിനിധിയായിരുന്നു. ഇപ്പോൾ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കബീർ നെല്ലിക്കുന്നാണ്. ഇവിടെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് അൻവർ. ഒരു സ്വഭാവം കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവരെ തിരിച്ചുവിടേണ്ടത്. പ്രിയമുള്ളവരെ, ഇവിടെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഫായിസ് വാഫി വെട്ടിച്ചിറ. ഈ മുഹല്ലിമായിരുന്നു ഈ പരിപാടിയിൽ രക്ഷിതാക്കൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിരിക്കുന്ന നല്ലൊരു ക്ലാസ് നൽകിയത്. അതിൻ്റെ വീഡിയോ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒത്തിരി ലെങ്ത് വർദ്ധിക്കും എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ്. ഈ പരിപാടിയിൽ വിശിഷ്ട അതിഥികളായി കടന്നു വന്നത് സെയ്ദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ തെയ്യമ്പട്ടിൽ അബ്ദുൾ റസാഖ്, പൂക്കോയ തങ്ങൾ, അബ്ദുൾ ജലീൽ ഫൈസി പൊന്മണ്ടോം, ശംസുദ്ദീൻ തങ്ങൾ, ഫായിസ് വാഫി വെട്ടിച്ചിറ, യൂസഫ് ആജി, ഇബ്രാഹിം കുർക്കുളി, അൻവർ തങ്ങൾ, കബീർ നെല്ലിക്കുന്ന്, സിനാൻ, അബൂബക്കർ പറമ്പാടൻ, തുറക്കൽ മൊയ്തീൻ, ബീരാൻകുട്ടി തെയ്യമ്പാട്ടിൽ. ഈ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നന്ദി അറിയിക്കുകയാണ് ഈ മദ്രസയുടെ ഖജാൻജി ബീരാൻകുട്ടി തെയ്യമ്പാട്ടിൽ. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.